അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു മഹാപ്രതിഭാസമാണ് സൗരയൂഥം. സൗരയൂഥത്തിൽ നാം കണ്ടെത്തിയ 9 ഗ്രഹങ്ങൾക്ക് പുറമെ നമുക്ക് ഇതുവരെ കണ്ടെത്താനാവാത്ത ഒട്ടനവധി അന്യഗ്രഹങ്ങളും ഉൽക്കകളും അനന്തകോടി നക്ഷത്രങ്ങളും മറ്റുമുണ്ട്. നാം അധിവസിക്കുന്ന ഭൂമിയെ പോലെ തന്നെ ജീവജാലങ്ങൾ നിറഞ്ഞ ഒരു മനോഹര ഗ്രഹമാണ് ഭൂമി. ഒരു അപ്രതീക്ഷിത സാഹചര്യത്തിൽ ഭൂമിയിലെ കൂട്ടുകാർക്കിടയിലേക്ക് ഒരു വിദൂര ഗ്രഹത്തിൽ നിന്ന് പേടകത്തിന്റെ നിയന്ത്രണം വിട്ട് പതിക്കുകയാണ് ഗിവി എന്ന കൊച്ചു കൂട്ടുകാരൻ. ഗിവിയും ഭൂമിയിലെ കൂട്ടുകാരും തമ്മിലുള്ള രസകരമായ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് ചെന്ന് നോക്കാം.
ഭൂതം, അമ്മേ, അച്ഛാ, ഭൂതം, ഭൂതം, രക്ഷിക്കണേ, അച്ഛാ, രക്ഷിക്കണേ. അയ്യോ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശബ്ദമല്ലേ കേൾക്കുന്നത്? ശരിയാണല്ലോ, ഞാനൊന്ന് പോയി നോക്കാം. കുട്ടികൾ തമ്മിൽ കളിക്കിടയിൽ അടി കൂടിയതായിരിക്കും. നല്ല തല്ല് കിട്ടാത്തതിന്റെ കുറവാ. അവൻ കരയുകയാണല്ലോ. നമുക്ക് മെല്ലെ അവന്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. ഏയ് മർഗു, സൂക്ഷിക്കണം. ചിലപ്പോൾ അവൻ പേടിക്കാതെ. നമുക്ക് അവന്റെ അടുത്തൊന്ന് പോയി നോക്കാം. ഏയ്, നീ എന്തിനാണ് കരയുന്നത്? ഏയ്, പറഞ്ഞത് കേട്ടില്ലേ? നീ എന്തിനാണ് കരയുന്നതെന്ന്? കരയാതെ, നിന്നെ ഞങ്ങൾ സഹായിക്കാം. നിന്റെ നാട് എവിടെയാണ്? എങ്ങനെ ഇവിടെ എത്തി? ഞാൻ എവിടെയാ? എന്റെ അച്ഛനും അമ്മയും എവിടെ? അതല്ലേ നിന്നോട് ചോദിച്ചത്, നിന്റെ നാട് എവിടെയാണെന്ന്. എനിക്കറിയില്ല ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന്. ദൂരെയുള്ള സ്ഥലത്ത് നിന്ന് എന്നെ കുറച്ചു പേർ ചേർന്ന് ഈ വാഹനത്തിൽ കയറ്റി വിടുകയായിരുന്നു. അയ്യോ, ഞാൻ ഇനി എന്ത് ചെയ്യും? എന്റെ കൂട്ടുകാരൊക്കെ എവിടെ? നീ വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അതെ, ഇനി മുതൽ ഞങ്ങൾ നിന്റെ ചങ്ങാതിമാരാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ സഹായിക്കുമോ? തീർച്ചയായും. എന്താ മക്കളെ, നിങ്ങളോട് അടി കൂടരുതെന്ന് പറഞ്ഞതല്ലേ? അല്ല, ഇതാരാണ്? ഏതാണ് ഈ അത്ഭുത ജീവി? അച്ഛാ, ഇവനിപ്പോൾ ആകാശത്ത് നിന്നും താഴേക്ക് വന്നതാണ്. മക്കളെ ശ്രദ്ധിക്കണം, ചിലപ്പോ നമ്മുടെ രാജ്യം നശിപ്പിക്കാൻ മറ്റാരെങ്കിലും ഇവനിങ്ങോട്ട് അയച്ചതാണെങ്കിലോ? അച്ഛാ, ഇവനെ പേടിക്കേണ്ട. ഇവനുമായി ഞങ്ങൾ എല്ലാം സംസാരിച്ചു. ഇവൻ എങ്ങനെയോ വഴി തെറ്റി വന്നതാണ്. ഇവൻ പാവമാണച്ചാ. നമുക്ക് ഇവനെ വീട്ടിലേക്ക് കൂട്ടാം. ശരി, നേരം ഒരുപാട് വൈകി. വേഗം വാ, അമ്മ ഭക്ഷണം വിളമ്പി അവിടെ കാത്തിരിക്കുകയാ. അയ്യോ, അവൻ തന്നെ മറ്റുള്ളവർ വീഴാനായി കുഴിച്ചു വെച്ച കുഴിയാണത്. വേഗം കയറ്, കാലിനൊന്നും പറ്റാത്തത് നന്നായി. ഇങ്ങനെ വേണ്ടാത്ത പണി ചെയ്യരുതെന്ന് പലവട്ടം പറഞ്ഞതല്ലേ. അയ്യോ, ഞാൻ തന്നെ വീഴുമെന്ന് വിചാരിച്ചില്ല. നല്ല വേദന. എങ്ങനെയാ കേൾക്കുക അല്ലേ? വേഗം നടക്ക്. ഇന്ന് നമുക്ക് നഗരത്തിലേക്ക് പോവാം. അവിടുത്തെ സുന്ദരമായ കാഴ്ചകൾ കണ്ട് പാർക്കിലൊക്കെ ചുറ്റിയതിനു ശേഷം മടങ്ങി വരാം. അത് ശരിയാ, നമ്മൾ ഒരുപാട് നാളായില്ലേ നഗരത്തിൽ പോയിട്ട്. എന്റെ വാഹനം അവിടെ കിടക്കുകയല്ലേ, അതിന്റെ തകരാർ എങ്ങനെയാ മാറ്റുക? നീ വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാം. ഞങ്ങളുടെ ഒരു അങ്കിൾ ഉണ്ട്, സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ സഹായം തേടാം. അതെ, നമുക്ക് ഇപ്പോൾ നഗരത്തിലെ പാർക്കിൽ പോയി കളിച്ച് രസിക്കാം. നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കാമല്ലോ? തീർച്ചയായും, ധൈര്യമായി വാ.
മന്ത്രം മുത്തശ്ശൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്ന് ചൊല്ലി നോക്കാം. ഹാ തരികിട ഹുടുംബി. ഗിവി, നീ കൃത്യസമയത്ത് മന്ത്രം ചൊല്ലിയത് കൊണ്ട് വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഗിവി ഇല്ലായിരുന്നെങ്കിൽ അതേക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു. ഞാൻ ആകെ പേടിച്ച് വിറച്ചുപോയി. നിന്റെ ഈ മന്ത്രം ഉപയോഗിച്ച് ഇനി വായുവിലൂടെ ഞങ്ങളെ എടുത്ത് പറക്കുമല്ലോ. പക്ഷേ ഈ മന്ത്രം ആപത്തിൽപ്പെട്ടാൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് മുത്തശ്ശൻ പറഞ്ഞത്. മറ്റു സമയത്ത് മന്ത്രശക്തി ലഭിക്കില്ല. നമുക്കിനി ഇവിടെ നിൽക്കണ്ട, വേഗം തന്നെ വീട്ടിലേക്ക് പോകാം. ഈ അപകടത്തെക്കുറിച്ച് മറ്റാരോടും പറയണ്ട. അതെ, ആരും അറിയരുത്. വരൂ, നമുക്ക് പോകാം. നിങ്ങൾ എവിടെ പോയതാ? ചോദിച്ചത് കേട്ടില്ലേ? 2 മണിക്കൂറായി ഞാൻ നിങ്ങളെ നോക്കി നടക്കാൻ തുടങ്ങിയിട്ട്. അമ്മേ, അത് പിന്നെ ഞങ്ങളൊരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയതാ. അമ്മയോട് പറയാൻ വിട്ടുപോയതാ. അവന് തീരെ സുഖമില്ലാത്തത് കൊണ്ട് കാണാൻ പോയതാ. സാരമില്ല മക്കളെ, സുഖമില്ലാത്ത കൂട്ടുകാരനെ കാണാൻ പോയതല്ലേ, അത് വേണ്ടതാണ്. പക്ഷേ വീട്ടിൽ പറഞ്ഞിട്ട് വേണ്ടേ പോകാൻ? കാലം അതല്ലേ, പേടിച്ചു പോയി. സാരമില്ല. നേരം ഒരുപാട് വൈകിയിരിക്കുന്നു. മക്കള് വേഗം കുളിച്ചിട്ട് വരൂ, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്കാം. ഗിവി, നീ എന്താണ് ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്നത്? ഞാൻ എന്റെ വീട്ടുകാരെ കുറിച്ച് ഓർത്തുപോയതാ. എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്. എന്റെ അച്ഛനും അമ്മയും ഒക്കെ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. ഇനി എനിക്ക് തിരിച്ചു പോകാൻ കഴിയുമോ? എനിക്ക് ആകെ പേടിയാവുന്നു. നീ പേടിക്കാതിരിക്കേ, നിന്റെ കൂടെ ഞങ്ങളൊക്കെ ഇല്ലേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേഗം തന്നെ അമ്മാവന്റെ പരീക്ഷണശാലയിലേക്ക് പോവാം. ഹായ്, എന്ത് നല്ല കാഴ്ചകളാണിവിടെ. കണ്ടുപിടിച്ചു. ഞാൻ കണ്ടുപിടിച്ചു. അപൂർവ ജീവിയെ ഞാൻ കണ്ടുപിടിച്ചു. പത്രസമ്മേളനം, അവാർഡ്, പ്രൊമോഷൻ. എന്റെ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു. വേഗം സെൻട്രൽ ഓഫീസിലേക്ക് വിളിച്ചു പറയാം. വരട്ടെ. അതിനു മുമ്പ് ഈ ജീവിയെ പിടിച്ച് മുറിയിൽ അടച്ചേക്കാം.
ഹേയ്, നിൽക്കവിടെ. അല്ലെങ്കിൽ നിന്നെ ഞാനിപ്പോൾ കൊന്നുകളയും. അയ്യോ അങ്കിൾ അങ്കിൾ, അവനെ ഉപദ്രവിക്കരുത്. അവൻ എന്റെ കൂട്ടുകാരനാ. അത് നീ നേരത്തെ പറയണ്ടേ? അതിന് ഞാൻ ഇപ്പോഴല്ലേ ഇവിടെ എത്തിയത്. ഷോ, എന്റെ കണ്ടുപിടുത്തം വെള്ളത്തിലായെന്നാ തോന്നുന്നത്. അല്ല, എന്താ വിശേഷിച്ച്? അതൊക്കെ പറയാം. ആദ്യം അമ്മാവൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അതിനെന്താ, എന്ത് സഹായവും ഞാൻ തരാം. നമുക്ക് അകത്തേക്ക് പോകാം. നിങ്ങൾ വന്ന കാര്യം പറയൂ. അയ്യോ, എന്റെ ബാഗിലെ നട്ട് ഇളകി എന്നാ തോന്നുന്നത്. ഒരു പരീക്ഷണത്തിന് വേണ്ടി ആ സ്റ്റൂളിന്റെ സ്ക്രൂ മുഴുവൻ ഞാൻ ഊരി വെച്ചതായിരുന്നു. അത് വിട്, നിങ്ങൾ വന്ന കാര്യം പറയൂ. അങ്കിൾ, ഇവന്റെ പേര് ഗിബി. മറ്റേതോ ഗ്രഹത്തിൽ നിന്നും പേടകത്തിന്റെ നിയന്ത്രണം തെറ്റി ഇവിടെ എത്തിയതാണ്. ഇവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിന് അങ്കിളിനെ കഴിയൂ. എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾ കാര്യം തെളിയിച്ചു പറയൂ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവന് തിരിച്ച് അവന്റെ ഗ്രഹത്തിലേക്ക് പോവണം. പക്ഷേ ഇവൻ വന്ന പേടകം എത്ര ശ്രമിച്ചിട്ടും സ്റ്റാർട്ട് ആവുന്നില്ല. അതെ, അത്രയല്ലേ ഉള്ളൂ കാര്യം. കാര്യം നിസ്സാരം. ഞാൻ പെട്ടെന്ന് ശരിയാക്കി തരാം. പേടകം എവിടെയാണ്? അത് സ്റ്റാർട്ടാക്കാൻ അങ്കിള് വിചാരിച്ചാൽ കഴിയില്ലേ? അങ്കിള് വലിയ സയന്റിസ്റ്റ് അല്ലേ? പേടകം ഞങ്ങളുടെ വീടിന്റെ മുമ്പിലാണ്. ഗിവി, നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? എന്നാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. കാര്യം നിസ്സാരം. ഞാൻ പെട്ടെന്ന് ശരിയാക്കി തരാം. എത്ര ശ്രമിച്ചിട്ടും സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. അങ്കിൾ, പേടകം ഇപ്പോൾ സ്റ്റാർട്ടാവുമോ? ഒരു രക്ഷയുമില്ലല്ലോ. പിള്ളേരോടാണെങ്കിൽ വീമ്പും പറഞ്ഞുപോയി. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഈ പേടകം എന്തായാലും സ്റ്റാർട്ടാക്കിയിരിക്കും. പക്ഷേ എന്താണ് ഒരു പക്ഷേ? ഇത് മാന്ത്രിക പേടകമാണെന്ന് തോന്നുന്നു. എന്തായാലും 2 ദിവസം ഇതിനെക്കുറിച്ചൊന്ന് പരീക്ഷണം നടത്തട്ടെ. ഇവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അപ്പോ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ. ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ ശരിയാക്കും. ഒന്നും പേടിക്കണ്ട, പോയിക്കോളൂ. ശരി. ഓ, പിള്ളേരുടെ മുന്നിൽ നിന്നും അഭിമാനം തിരിച്ചു കിട്ടിയല്ലോ. ഭാഗ്യം. ഇനി സൂക്ഷിക്കണം, അല്ലെങ്കിൽ മർഗു, നിങ്ങൾ എവിടെയായിരുന്നു ഇത്ര നേരം? ഇന്നലെ പറഞ്ഞത് ഓർമ്മയില്ലേ, കളിക്കാൻ പോയാൽ ഇരുട്ടുന്നതിന് മുൻപ് വീട്ടിലെത്തണമെന്ന്? അമ്മേ, അത് പിന്നെ ഞങ്ങൾ അങ്കിളിന്റെ പരീക്ഷണശാലയിൽ പോയതാ. ഗിവിയുടെ പേടകം അത് എത്ര ശ്രമിച്ചിട്ടും സ്റ്റാർട്ട് ആവുന്നില്ല. നിങ്ങളുടെ ഒരു പേടകം. ഞാനൊന്നും പറയുന്നില്ല. നല്ല തല്ല് കിട്ടാത്തതിന്റെ കുറവാ. അമ്മ നന്നായി ദേഷ്യപ്പെട്ടു എന്ന് തോന്നുന്നു. അത് കാര്യമാക്കണ്ട. അമ്മയുടെ ദേഷ്യമൊക്കെ മഞ്ഞ പോലെ പെട്ടെന്ന് പോവും. നീ വാ. ഗിവി, ഇട്ടു, നേരം പുലർന്നിരിക്കുന്നു. വേഗം എഴുന്നേൽക്കൂ. ഓ ശല്യം, ഒന്ന് സമാധാനമായി ഉറങ്ങട്ടെ.
ഹാ, കിട്ടിപ്പോയി ഐഡിയ. നീ എന്താണ് വെറുതെ പറയുന്നത്? മുത്തശ്ശൻ മുമ്പ് പറഞ്ഞിരുന്നു ഡോർജോ എന്ന ഒരു കോട്ടയെക്കുറിച്ചും അവിടെയുള്ള സ്നേഹമുള്ള ഭൂതത്തെക്കുറിച്ചും. അതുകൊണ്ട് നമുക്കെന്ത് കാര്യം? എടാ മണ്ട, ഗിവിയുടെ പേടകത്തിന്റെ പ്രവർത്തനവും അതിന്റെ താക്കോലിനെ കുറിച്ചും ഭൂതത്തോട് ചോദിച്ചാൽ പോരെ? ഭൂതം പറഞ്ഞു തരില്ലേ? ആ, അത് ശരിയാ. ഈ സ്ഥലം എവിടെയാണ്? ദൂരെയുള്ള മലനിരകൾ കണ്ടില്ലേ? അതിനപ്പുറത്താണ്. എന്നാൽ താമസിക്കണ്ട, നമുക്ക് വേഗം അവിടെ പോയി നോക്കാം. ഗിരി, നമുക്ക് വേഗം ഒരു സ്ഥലം വരെ പോകാനുണ്ട്. എവിടെയാണ്? അതൊക്കെ ഞാൻ പറഞ്ഞു തരാം, നീ വേഗം വാ. ശരി. ഇതാണോ ആ കോട്ട? അതെ. നമുക്ക് ഈ കോട്ട മുഴുവനായും ചുറ്റിക്കാണാം, പിന്നെ ഭൂതത്തെയും തിരിയാം. ഇവിടെ നിന്ന് താഴേക്ക് നോക്കാൻ എന്ത് രസം! മുത്തശ്ശൻ വെറുതെ പറഞ്ഞതായിരിക്കും. ഇവിടെ ഒരു ഈച്ചയെ പോലും കാണാനില്ലല്ലോ. ശരിയാണെന്ന് തോന്നുന്നു. നമുക്ക് തിരിച്ചു പോയാലോ? നല്ല കാഴ്ചകൾ, അതിമനോഹരം തന്നെ. ഗിവി എവിടെ? അവനെ കാണുന്നില്ലല്ലോ. അതാ, അവൻ താഴെയുണ്ട്. ഗിവി, നമുക്ക് തിരിച്ചു പോകാം. വേഗം മുകളിലേക്ക് വാ. നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞു പോവാം. അതൊരു മൺപാത്രമാണല്ലോ. ഇട്ടു, ഇതാ പിടിച്ചോ. അയ്യോ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യില്ല, പേടിക്കണ്ട. ഞാനാണ് ടിങ്കിൾ ഭൂതം. നിങ്ങളാണ് എനിക്ക് പുനർജന്മം നൽകിയത്. 100 വർഷം മുമ്പ് ഒരു മുനിശ്രേഷ്ഠൻ എന്നെ ശപിച്ച് ഈ മൺപാത്രത്തിൽ അടക്കം ചെയ്തതായിരുന്നു. ഇതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഒരു അന്യഗ്രഹ ജീവിയുടെ സ്പർശനമേൽക്കണമായിരുന്നു. ഇപ്പോൾ ജീവി ഈ മൺപാത്രത്തിൽ സ്പർശിച്ചതാണ് എനിക്ക് പുനർജന്മം ലഭിക്കാൻ കാരണം. ഭാഗ്യം, ഞങ്ങൾ പേടിച്ചു പോയി. ശരിയാ, ഇപ്പോഴാണ് സമാധാനമായത്. പറയൂ, നിങ്ങൾക്ക് എന്ത് സഹായമാണ് ഞാൻ നൽകേണ്ടത്? ഞങ്ങളൊരു വിഷമത്തിലാണ്. ഞങ്ങളുടെ ഈ കൂട്ടുകാരൻ അന്യഗ്രഹത്തിൽ നിന്ന് പേടകത്തിന്റെ വഴി തെറ്റി ഇവിടെ എത്തിയതാണ്. അവന്റെ ഗ്രഹത്തിലേക്ക് തിരിച്ചു പോകണം. പക്ഷേ അവന്റെ പേടകം എത്ര ശ്രമിച്ചിട്ടും സ്റ്റാർട്ട് ആവുന്നില്ല. അതിന്റെ കീയും കാണാനില്ല. പറയൂ, എവിടെയാണ് പേടകം? നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ നിങ്ങളെ സഹായിക്കാം.
ഇതിൽ കയറിക്കോളൂ. ഈ താക്കോൽ കൂടി കയ്യിൽ വെച്ചോളൂ. എന്തെങ്കിലും കാരണവശാൽ പേടകം നിന്നു പോയാൽ ഈ കീ ഉപയോഗിച്ചാൽ മതി. ഇനി നീ ഇങ്ങോട്ട് തിരിച്ചു വരില്ലേ? എനിക്ക് നിങ്ങളെ മറക്കാൻ കഴിയില്ല. ഞാൻ എന്തായാലും തിരിച്ചു വരും. ഇപ്പോൾ ഞാൻ പോകട്ടെ. ശരി, ഇനി ഞാൻ പോവാം. ആവശ്യമുള്ളപ്പോൾ വിളിച്ചാൽ മതി. അപ്പോൾ ഞാൻ പ്രത്യക്ഷപ്പെടാം. എല്ലാവരും പോയി. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം.